മറ്റൊന്ന് സന്ദേശകാലിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഇന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംഘം എത്തുന്നുണ്ട്, നേരിട്ട് സന്ദർശനം നടത്തുന്നുണ്ട്. അതിൽ നിന്നുള്ള സ്വമേധയാ കേസെടുത്തതിന് ശേഷം സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയോടും അതോടൊപ്പം തന്നെ പോലീസ് മേധാവിയോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ 24 നോർത്ത് പർഗാനസ് ജില്ലയിലെ സന്ദേശ് ഗാലി എന്ന ഗ്രാമത്തിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നു, അവരുടെ ഭൂമിവകകൾ കയ്യേറി, അതേപോലെ തന്നെ വസ്തുവകകൾ തീയിട്ട് നശിപ്പിച്ചു. ഇങ്ങനെ വലിയ കൊടിയ അക്രമങ്ങളാണ് സന്ദേശ് ഗാലിയിൽ ഉണ്ടായത്. TMCയുടെ പ്രാദേശിക നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണ് ഈ സന്ദേശ് ഗാലി ഗ്രാമത്തിലെ ഹരിജൻ കോളനിയിൽ ഇത്ര അധികം അക്രമങ്ങൾ അഴിച്ചുവിട്ടത്. എന്നാൽ അത് ഈ മറച്ചു വെക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടായത്. 144 CRPC 144 വകുപ്പ് പ്രയോഗിച്ചുകൊണ്ട് നിരോധനാജ്ഞയുടെ മറവിൽ അവിടേക്ക് ആരെയും കടത്തിവിടാതെ ഈ വിവരം പുറം ലോകം അറിയിക്കാതിരിക്കുവാനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും പോലീസിനെ ഉപയോഗിച്ച് ചെയ്തു. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഇതിനെതിരെ കൽക്കട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും അങ്ങനെ കൽക്കട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവിനും ഒരു MLAക്കും അവിടേക്ക് കടന്നു ചെന്ന് അവിടുത്തെ തൽസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നാലെ വനിതാ കമ്മീഷൻ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ഇപ്പോൾ ഇതാ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലും ഉണ്ടാകുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്. ഈ സംഘം ഇന്ന് സന്ദേശ് ഗാലി സന്ദർശിക്കും, ഇരകളായ സ്ത്രീകളോട് സംവദിക്കും, അവരുടെ വിവരങ്ങൾ ചോദിച്ചറിയും. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ച് ഈ സന്ദേശ് ഗാലി വിഷയം സംബന്ധിച്ച് അവിടെ എന്താണ് ഉണ്ടായതെന്നും അതേപോലെ തന്നെ എന്താണ് അതിന്മേലെടുത്ത നടപടിയെന്നും ആരാഞ്ഞുകൊണ്ട് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനും അതേപോലെ തന്നെ പോലീസ് മേധാവിക്കും കത്ത് നൽകിയിട്ടുണ്ട്. 4 ആഴ്ചക്കുള്ളിൽ തന്നെ ഇതിന്റെ വ്യക്തമായ മറുപടി ലഭിക്കണമെന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സന്ദേശ് ഗാലി വിഷയം പലതവണ ഇത്തരത്തിൽ അത് പുറം ലോകം അറിയാതിരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും ഇപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെയും വനിതാ കമ്മീഷന്റെയും അതേപോലെ തന്നെ BJP സംഘത്തിന്റെയും ഒക്കെ തന്നെ സന്ദർശനത്തോടെ ഇപ്പോൾ ഈ ഒരു വിഷയം പുറം ലോകം അറിയുകയാണ്. അതേസമയം തന്നെ ഇപ്പോഴും അവിടെ 144 പ്രഖ്യാപിച്ചുകൊണ്ട് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മാധ്യമ പ്രവർത്തകനെ പോലും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അയാൾ ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. ഇങ്ങനെ വലിയ പ്രതിഷേധം രാജ്യത്തുടനീളം സന്ദേശ് ഗാലിയുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദൻ, ഈ സന്ദേശ് ഗാലി മമതാ സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം, കൊൽക്കത്ത ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കൂടി മമതാ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നു. ഷാജഹാൻ ഷേഖ് എവിടെ, അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളൊന്നും മമതയുടെ പോലീസ് നടത്തിയില്ല എന്നുള്ള മട്ടിലൊക്കെ കോടതി തന്നെ പറയുമ്പോൾ, ഒന്നാമത് പൊതു തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിവിധ വിഷയങ്ങളിൽ മമതാ ബാനർജിക്ക് എതിരെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെയുള്ള വികാരം അവിടെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പലപ്പോഴും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഗുണ്ടകളും നടത്തുന്ന അക്രമങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് മമതാ സർക്കാർ സ്വീകരിച്ചു പോരുന്നത്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ 24 നോർത്ത് പർഗാനസ് ജില്ലയിലെ സന്ദേശ് ഗാലിയിൽ ഉണ്ടായത്. അവിടെ TMCയുടെ പ്രാദേശിക നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ നേതൃത്വത്തിലാണ് അക്രമം നടത്തിയത്. ഇയാൾ മുമ്പും പല കേസുകളിലും പ്രതിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ ഷെയ്ഖ് ഷാജഹാന്റെ വീട്ടിൽ പരിശോധന എത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതിനെതിരെ കേസ് നിലനിൽക്കുകയാണ്. ഏതായാലും പോലീസിന്റെ ഭാഷ്യമനുസരിച്ച് ഷെയ്ഖ് ഷാജഹാൻ ഒളിവിലാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ നമുക്കറിയാം, കൊൽക്കത്ത ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിനാണ് സർക്കാർ ഏറ്റുവാങ്ങേണ്ട വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഷെയ്ഖ് ഷാജഹാനെ ഒരു തരത്തിലും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എടുക്കരുതെന്ന് ഹൈക്കോടതി പോലും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, പോലീസിനെയും അതിരൂക്ഷ ഭാഷയിലാണ് കോടതി വിമർശിച്ചത്. ഷെയ്ഖ് ഷാജഹാൻ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ഷാജഹാന് സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഇരകൾക്ക് നീതി ലഭിക്കേണ്ട തരത്തിലുള്ള യാതൊരുവിധ നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നും സന്ദേശ് ഗാലിയിൽ ഉണ്ടായില്ല.
അങ്ങനെ ഉണ്ടാകരുത്, മറിച്ച് കൃത്യമായി നീതി ലഭിക്കുന്ന നിലയിലേക്ക് പോലീസ് പെരുമാറണമെന്നുള്ള കാര്യമാണ് കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഏതായാലും സന്ദേശ് ഖാലി വിഷയം ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. പലപ്പോഴും മമതാ സർക്കാർ അതിനെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ ആദ്യം പശ്ചിമ ബംഗാളിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധമായി ഉയർന്നു. പിന്നിപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ ഈ സന്ദേശ് ഖാലി സംബന്ധിച്ച വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പശ്ചിമ ബംഗാളിലെ മിക്ക സ്ഥലങ്ങളിലും BJPയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുമായി ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് മമതാ സർക്കാരിന്റെ ഏകപക്ഷീയമായ നടപടി, അതേപോലെ തന്നെ തൃണമൂൽ ഗുണ്ടകളെ കയറൂരി വിട്ടുകൊണ്ട് ജനങ്ങളുടെ സ്വൈര്യവിഹാരത്തിനും അതേപോലെ തന്നെ സ്വസ്ഥമായ ജീവിതത്തിനും തടസ്സം നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. അനു.